ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ വെളുപ്പിന് ഞങ്ങളിതാ കോഴിക്കോടെന്ന് വയനാടേക്ക് പോകാനായിട്ട് നിൽക്കണേണ്ട. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അമ്മയും നാത്തൂനും പിന്നെ കുട്ടികളൊക്കെ ആയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ജീപ്പ് എടുത്തിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ജീപ്പ് യാത്ര അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം തൃശ്ശിലേരി അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇതൊരു ശിവക്ഷേത്രമാണ്, പ്രസിദ്ധമായിട്ടുള്ളൊരു ശിവക്ഷേത്രമാണ് വയനാട്ടിൽ. അപ്പോൾ പിതൃതർപ്പണത്തിന് വേണ്ടി നമ്മൾ തിരുനെല്ലി പോകുമ്പോൾ ആദ്യം ഇവിടെ കയറി തൊഴുതിട്ട് വേണം പോകാനെന്നാണ് കേട്ടോ ഒരു ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം ഈ അമ്പലത്തിലേക്ക് കയറിയതാ. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇതാ ജലതീർത്ഥം, എന്താ പറയുക, ജലപ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വയനാട്ടിൽ ആദ്യമായിട്ടാണ് വന്നതും പിന്നെ അതുപോലെ തന്നെ വയനാട്ടിലൊരു ക്ഷേത്രത്തിൽ വരുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വയനാട്ടിൽ ആദ്യമായി തൃശ്ശിലേരി അമ്പലത്തിലൊക്കെ കയറി ഇവിടുത്തെ ജലപ്രതിഷ്ഠ ഇവിടെ ഓരോരുത്തരായിട്ട് പോയിട്ട് ഇങ്ങനെ വഴിപാട് തീർത്തൊക്കെ വാങ്ങിക്കലാണ് കേട്ടോ. നല്ല അടിപൊളി ആംബിയർ ആയിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ ചുറ്റിട്ടതിന് ശേഷം എല്ലായിടത്തും വലം വെച്ച് അങ്ങനെ അതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്, ശ്രീകോവിലിൽ കയറി തൊഴുന്നതും, അതായത് ശിവക്ഷേത്രത്തിൽ കയറി തൊഴുന്നത്. അപ്പോൾ അത് അമ്പലത്തിൻ്റെ മതിലിൽ ഇങ്ങനെ ഓരോ ചുവരിലായിട്ട് ഇങ്ങനെ ഇതാ ഒരുപാട് ഇങ്ങനെ പ്രതിഷ്ഠ പോലെയൊക്കെ ഉണ്ട്, ഓരോരോ ഐതിഹ്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇവിടെ അത് ഇങ്ങനെ ഒരു കുളം പോലെയൊക്കെയാണ്. ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്, ഹനുമാൻ പ്രതിഷ്ഠയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതൊക്കെ തൊഴുത് ഞങ്ങളിത് അമ്പലത്തിൽ വലം വെക്കണേണ് കേട്ടോ. ഈ അമ്പലത്തിൽ കൂടുതലും നമ്മുടെ തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകാനായിട്ടുള്ള ആളുകളാണ് കേട്ടോ കൂടുതലും ഇവിടെ കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്നുള്ള ആൾക്കാരാണ് നേരെ ഡയറക്റ്റ് ഇവിടെ കയറിയിട്ട് തൊഴുതിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങളിതാ പുറത്തൊക്കെ വലം വെച്ച് കഴിഞ്ഞ് നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു വനത്തിൻ്റെ ഉള്ളിൽ കൂടി വേണം കേട്ടോ, ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി വരുമ്പോഴാണ് ഈ അമ്പലം. അപ്പോൾ ആ ഫോറസ്റ്റ് നമ്മൾ കയറുമ്പോൾ തൊട്ടേ നല്ല തണുപ്പായിരുന്നു. പിന്നെ ഇവിടുത്തെ ഇതാ നമ്മൾ പിതൃതർപ്പണത്തിന് വേണ്ടിയിട്ട് ഇതാ ഒരു വിളക്കിൽ നെയ്വിളക്കൊക്കെ വേണം. അപ്പോൾ അതൊരു നേർച്ചയാണ് ഇവിടുത്തെ. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ കയറി തൊഴുത് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതാ അവിടെ ഒരു മലയുടെ ഒരു കുന്നിൻ്റെ മുകളിലിട്ട് വേറൊരു അമ്പലമുണ്ട്. അവിടെ ഞങ്ങൾ കയറിയില്ല, ടൈമില്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾ നേരെ വണ്ടി വിട്ടിട്ട് അപ്പോൾ ആ ജീപ്പിന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേണ്. അപ്പോൾ ഇനി നേരെ നമ്മൾ പോണത് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയവർക്ക് അറിയാൻ പറ്റും, ഫുള്ള് കാടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള യാത്രയായിട്ട് അടിപൊളി വൈബുള്ളൊരു യാത്രയാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ആനകൾ ക്രോസ് ചെയ്യുന്ന ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ട് നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിലെത്തി. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഇത് ബ്രഹ്മഗിരി കുന്നിൻ്റെ താഴെയായിട്ടാണ്, ബ്രഹ്മഗിരി മലകളുടെ താഴെയായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ മഹാവിഷ്ണു ക്ഷേത്രമാണ്, അമ്പലത്തിലെത്തിയതാ നേരെ കയറി പോവാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രം പിതൃതർപ്പണത്തിന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ കാശിക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട് ഈ തിരുനെല്ലി ക്ഷേത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വയനാട്ടിൽ ആദ്യമായിട്ട് വന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ആകാംക്ഷ ഇരുന്നിട്ടാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ സ്ഥലങ്ങൾ, നമ്മൾ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ കാണാനുള്ള ഒരു പ്രത്യേക ആകാംക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുനെല്ലി ക്ഷേത്രത്തിലെത്തി. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, പിതൃതർപ്പണത്തിനായിട്ടുള്ള ആൾക്കാർ തിരക്ക് തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വരുമ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു വെയിൽ കണ്ടപ്പം എല്ലാവരും കൂടി വെയിൽ കായാൻ വേണ്ടി ചെന്ന് നിന്നിട്ടാണ്. കാരണം ആ തണുപ്പിൽ നിന്നൊരു വെയിലിടുമ്പോൾ നല്ലൊരു ആശ്വാസമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ നിങ്ങൾ കണ്ട ഈ ആ മലയുടെ താഴെയായിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഞങ്ങളിതാ ചേട്ടൻ്റെ റെസിപ്റ്റൊക്കെ എടുക്കാൻ പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പോയി നിന്നതിന് ശേഷം നമ്മൾ നേരെ പിതൃതർപ്പണത്തിൻ്റെ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മുടെ കാശിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഏറ്റവും പ്രസിദ്ധമായ പിതൃതർപ്പണത്തിലൊരു ക്ഷേത്രം എന്നാണ് ഇത് പറയപ്പെടുന്നത്. അപ്പോൾ അതാ ഇവിടെ നമ്മൾ തൊഴുതതിന് ശേഷം നേരെ പോവാണ്ട. അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകൾ കരിങ്കല്ലിൻ്റെ കുറച്ച് പടവുകളൊക്കെ കയറി വരോട്ട് പോകാനായിട്ട്. അപ്പോൾ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ വീഡിയോ അവിടെ അല്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് താഴേക്ക് കാണട്ടെ, സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് താഴേക്ക് പോകാം അല്ലേ. അപ്പോൾ വയനാട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു പുരാതനമായ ക്ഷേത്രമുണ്ട്. ഇത് വർഷങ്ങൾ പഴക്കമുള്ളൊരു ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ആ ഒരു അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി പോകുമ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ ഷോപ്പുകൾ കാണാം കേട്ടോ. ഇവിടെ നല്ല എന്താ പറയുക, തേനും പിന്നെ അതുപോലെ തന്നെ ചായപ്പൊടി, പുൽത്തൈലം എല്ലാം നല്ല ഒറിജിനൽ ഐറ്റംസ് ഒക്കെയാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പം അങ്ങനത്തെ കുറേ ഐറ്റംസിൻ്റെ ഷോപ്പുകൾ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടൊക്കെ കാണാം. പിന്നെ ഇവിടെ ഇതാ അങ്ങനെ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഇങ്ങനെ ഒരു കാൽപാദത്തിൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അവിടെ ആളുകൾ തൊഴുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ തൊഴാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മൾ സ്റ്റെപ്പുകൾ ഇറങ്ങി പോകണേട്ടോ. അപ്പോൾ ഫുള്ള് ഫോറസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇറങ്ങി ചെല്ലണത് ഒരു ഫോറസ്റ്റിൻ്റെ നടുവിലേക്കാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ശരിക്കും ഒരു പാറക്കെട്ടുകൾ, രണ്ട് സൈഡിലും പാറക്കെട്ടുകൾ, അതിൻ്റെ താഴെയായിട്ട് ഇറങ്ങി നിന്നിട്ടാണ് കേട്ടോ ഈ ഒരു പിതൃതർപ്പണം ചെയ്യുന്നത്. അതിലൊരുപാട് ആൾക്കാർ ഇറങ്ങി നിന്നിട്ട് ഒരുമിച്ച് നിന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു പ്രത്യേക ഒരു വൈബ് തന്നെ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ എത്തുമ്പോൾ കിട്ടുന്നത്. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്തായാലും നമുക്കിത് കാണാൻ പറ്റിയത് തന്നെ വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവിടെ
എത്തുമ്പോൾ അത് ഞങ്ങൾ അവിടെ എത്താനായി. ഇനിയിപ്പോൾ ചേട്ടനും അമ്മയും ചേച്ചിയൊക്കെ ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി നിൽക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ അവർ ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എല്ലാവർക്കും ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ഡ്രസ്സൊക്കെ മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞതാണ് നമ്മളിവിടെ ഈ കാൽപാദം. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചു. ഇതിങ്ങനെ ഒരു കുളത്തിൻ്റെ നടുവിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നു. നമ്മുടെ ചേട്ടൻ വീഡിയോ ഒക്കെ എടുത്ത് തന്നു. അതിന് ശേഷം ചേട്ടനും പിന്നെ കുട്ടികളൊക്കെ പോയി തൊഴുതു. ഇവിടെ നമുക്കിവിടെ എത്തുമ്പോൾ എന്താണെന്നറിയില്ല, ഫുള്ള് കാടും അതായത് മരങ്ങളും പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു എനർജിയും നല്ലൊരു ശുദ്ധവായുവൊക്കെ ശ്വസിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ നേരിട്ട് വന്ന ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്, നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവാത്തൊരു വൈബാണ് കേട്ടോ ഇവിടെ എത്തിക്കഴിയുമ്പോഴേക്കും. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞു. തൊഴുതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി തൊഴണം കേട്ടോ. ഇത് പണ്ട് തിരുനെല്ലി ക്ഷേത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കല്ലുകൊണ്ട് കെട്ടി ഉണ്ടാക്കിയ അക്വാഡക്റ്റ് ആണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ തൊഴുതേറി കഴിയുമ്പോൾ ഇവിടെ തന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പുമാവും പിന്നെ ഒരു അച്ചാറായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് പോകാനിറങ്ങുകൊണ്ട് അപ്പോൾ അമ്പലത്തിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മളുടെ ആ ഒരു ബ്രഹ്മഗിരി മലകളുടെ താഴെയായിട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു പ്രത്യേക വൈബുള്ള ഒരു അമ്പലമൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ജീപ്പിൽ പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കാടുകൾക്ക് നടുവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്ട. സൈഡിലായിട്ട് ഇടക്കിടക്ക് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളൊരു വലിയ ആനക്കൂട്ടനെ കണ്ടിട്ടാ. നമ്മൾ കാണുമെന്ന് പ്രതീക്ഷിച്ചതല്ല, പക്ഷേ കാണാൻ പറ്റി. പെട്ടെന്ന് നോക്കിയപ്പോൾ സൈഡിൽ ആളിതാ നമ്മുടെ പുല്ലൊക്കെ എടുത്ത് കഴിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കണം. നല്ലൊരു കൊമ്പൻ ആനക്കുട്ടിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ആനയുടെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഞങ്ങൾ വണ്ടി എടുത്തേട്ടാ. പോണ ശേഷം പിന്നെ ഞങ്ങൾ മാനെ കണ്ടു. പിന്നെ നമ്മുടെ പറയണല്ല, കുരങ്ങക്കൂട്ടന്മാർ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, കുരങ്ങന്മാർ. പിന്നെ മാനെ കണ്ടു. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് വണ്ടി സ്ലോ ആക്കിയപ്പോഴത്തേക്കും ആളോടി രക്ഷപ്പെട്ട് കളഞ്ഞിട്ടാ. അങ്ങനെ ഞങ്ങളിതാ വനത്തിലൂടെയുള്ള യാത്ര, ഏറുമാടം, അങ്ങനെ ഒരു പ്രത്യേക യാത്രയായിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു വയനാട് യാത്ര. സാധാരണ പോണ പോലെ ട്രിപ്പൊക്കെ പോണ പോലെ അമ്പലത്തിലേക്കുള്ള യാത്ര ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോകണം. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു KSRTC ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ചുരം ഇറങ്ങി നമ്മുടെ കോഴിക്കോടേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ടാറ്റ. നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റ.